ഹലോ, ഇന്നൊരു ജേണൽ ഐഡിയ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. ഞാൻ 2 കൊല്ലം മുന്നേ മിനിസോന്ന് വാങ്ങിയതാണ് ഞാൻ ഈ ബുക്ക്. ഇതിവിടെ പൊടി പിടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. എന്നാൽ പിന്നെ അതിൽ ജേണൽ എഴുതി തുടങ്ങിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. ഇന്നത്തെ ജേണലിന് ഈ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. സെൽഫ് കെയറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ ജേണലിൽ എഴുതാൻ പോകുന്നത്. സെൽഫ് കെയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇതിപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമൊന്നുമില്ല, പക്ഷെ നമ്മളത് ചെയ്യണം, അതിലാണ് കാര്യം കേട്ടോ. എനിക്ക് കൂടുതലും പെൻസിൽ കളേഴ്സ് യൂസ് ചെയ്യാനാണ് കംഫർട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും അതാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് ജേണൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നത് വെച്ച് ചെയ്യണം എന്നൊന്നുമില്ല. നമ്മുടെ സാറ്റിസ്ഫിക്കേഷനാണ് വലുത്. ഈ സെൽഫ് കെയറിന് എഴുതാൻ തന്നെ ഞാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. കേഴ്സി റൈറ്റിങ്ങിൽ ഞാൻ അത്ര വലിയ അഗ്രഗണ്യൊന്നും അല്ല. നിങ്ങളുടെയൊക്കെ വിശേഷം എന്താ? എക്സാമൊക്കെ കഴിയാറായില്ലേ? ഇനി 2 മാസത്തെ വെക്കേഷന് എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോട്ടോ. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റ്സും ജേണൽസും ഒക്കെ ആയിട്ട് അങ്ങനെ പോവാട്ടോ. ഞാൻ 5 പോയിൻറ്റ്സ് ആയിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണ് ജേണലാണ്. ഞാൻ കുറേ കാലമായിട്ട് ജേണൽ ഒരു സ്ഥിരം പരിപാടിയാക്കിയാലോ എന്ന് വിചാരിക്കുന്ന ആളാണ്, പക്ഷെ മടി കാരണം ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അതുതന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സെക്കൻഡ് പോയിൻ്റ് ഞാൻ എഴുതിയത് ഗോ ഔട്ട്സൈഡ് എന്നാണ്. ഞാൻ അധികം അങ്ങോട്ട് പുറത്ത് പോകുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ പുറത്തൊക്കെ പോയി പുതിയ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഒരു പോയിൻ്റാണ് കേട്ടോ ഞാൻ എഴുതിയത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ യൂട്യൂബ് ചാനൽ അടക്കം തുടങ്ങിയത്. തേർഡ് പോയിൻ്റ് വന്നിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. ഇതിൽ ഞാൻ ഒരു 5 സബ് പോയിൻറ്റ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പോയിൻ്റ് വന്നിട്ട് ഞാൻ വേക്കപ്പ് ഏർലി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് എത്രത്തോളം പ്രാബല്യമാവുമെന്ന് എനിക്കറിയില്ല, എന്നാൽ നോക്കാം. പിന്നെ സെക്കൻഡ് പോയിൻറ്റ് ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ. വെള്ളം നല്ലോണം കുടിക്കുന്നത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ ഷവർ, ഫേസ് മാസ്ക്, അങ്ങനെ കുറച്ച് ബ്യൂട്ടി കാര്യങ്ങൾ. പിന്നെ എക്സസൈസ്. ഫോർത്ത് പോയിൻ്റ് വന്നിട്ട് ഞാൻ സ്ട്രെസ് റിലീഫ് എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ ക്രിയേറ്റ് ആൻഡ് ക്രാഫ്റ്റാണ് ചെയ്തേക്കുന്നത്. ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, റെസ്റ്റ്. പ്രോപ്പറായിട്ട് റെസ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ മൈൻഡും ബോഡിയും ഒന്നും സെറ്റാവില്ല. അപ്പോൾ റെസ്റ്റ് വളരെ മുഖ്യമാണ്. അങ്ങനെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അല്ലറ ചില്ലറ സ്റ്റിക്കേഴ്സും ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് സംഭവങ്ങളും ഒക്കെ ഒട്ടിക്കാൻ തുടങ്ങി. ഈ 3 ഐറ്റം ഞാൻ ഫസ്റ്റ് ഒട്ടിക്കുന്നത് ഞാൻ തന്നെ കളർ ചെയ്തിട്ട് വെട്ടിയെടുത്തതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രത്യേകം വേറെ ഷീറ്റിൽ വരച്ചിട്ട് വെട്ടിയെടുക്കുക. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയാലും നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ജേർണൽസിൽ ഒട്ടിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മീഷോന്ന് സ്റ്റിക്കേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അതിൽ നിന്നും കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ എടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടായി കേട്ടോ നമ്മുടെ ജേർണലിൽ കൂടുതലും സ്ക്രാപ്സാണ് യൂസ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വെച്ചിട്ട് നിങ്ങൾ ജേർണൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഈ സ്റ്റിക്കേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിക്കാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. നിങ്ങൾ ജേർണൽ എഴുതുന്ന കൂട്ടത്തിലാണോ? ആണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയൂ കേട്ടോ. പിന്നെ പുതിയ ഏതെങ്കിലും ഐഡിയാസോ ഇനി ഏത് തരം ജേർണൽ ചെയ്യണമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോസ് ഇടുന്നത് ഒരു സ്ട്രെസ് റിലീഫിൻ്റെ ഭാഗമാണ്. നമ്മൾ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും ഒക്കെ ആയിട്ട് കുറേ നേരം പോകുമ്പോൾ വേറൊന്നും ചിന്തിക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും അത് എന്നെ അറിയിക്കണേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറഞ്ഞാലല്ലേ നമുക്കൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ബൈ ഗൈസ്.